ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ധീരവീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു സിനിമയെക്കുറിച്ച് ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സിനിമ കാണുന്നതാണ്. കാരണം എമ്പുരാൻ്റെ ഒപ്പായിരുന്നു റിലീസ്. പക്ഷേ ഈ ഒരു സിനിമ റിലീസ് ഭയങ്കരമായിട്ട് ഡിലേ ആയി. കാരണം എന്തോ ഒരു ഹൈക്കോടതി എന്തോ ഒരു വിഷയമൊക്കെ വന്നിട്ട് ഫസ്റ്റ് ദിവസത്തിന്റെ ആ ഒരു അവസാനത്തേക്കൊക്കെ വൈകുന്നേരത്തേക്കൊക്കെയാണ് ഈ ഒരു സിനിമയുടെ റിലീസ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇറങ്ങിയ സമയം മുതൽക്ക് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് നേടിയതുകൊണ്ട് ഞാൻ എന്തായാലും ആദ്യം തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലൊക്കെ ഫുൾ എമ്പുരാൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അത് വലിയൊരു സന്തോഷ വാർത്തയാണ്. രണ്ടാമത്തെ ദിവസം ഏകദേശം 10 കോടിയോളം കളക്ഷനാണ് ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതെന്തായാലും ഭയങ്കര രീതിയിൽ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. വീരധീര സൂര്യൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കേരളത്തിലും അത്യാവശ്യം നല്ല രീതിക്ക് റെസ്പോൺസ് കിട്ടി മുന്നേറുന്നു. കുറച്ചും കൂടി തിയേറ്ററുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഈ ഒരു സിനിമ. സോ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, വിക്രം എന്ന് പറയുന്ന നടന്റെ കരിയറിൽ തിയേറ്ററിൽ ഹിറ്റായിട്ടുള്ള പടങ്ങൾ ഈ റീസണായിട്ട് വളരെ കുറവാണ്. ഈ ഒരു സിനിമ ഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ. പ്ലസ് കേരളത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. വളരെ റോ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഏതൊരു സിനിമ പോലെയാണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അസുരനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അസുരൻ അല്ലെങ്കിൽ നമ്മുടെ വെട്രിമാരൻ സിനിമകളൊക്കെ പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജി.വി. പ്രകാശിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. വേറെ ലെവലിൽ ആ ഒരു സെക്കൻഡ് ഹാഫിലെ സീനുകളൊക്കെ എലിവേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് മൂപ്പര്. ഈ അസുരനിലുള്ള പോലത്തെ ഒരുപാട് ഷോട്ടുകളും അല്ലെങ്കിൽ സീൻസൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഒറ്റ ദിവസം നടക്കുന്ന കഥയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതായത് ഒരു വീട്ടുകാരും ഒരു പോലീസുകാരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിത്തലിനിടയിലേക്ക് ചെയ്യാൻ വന്നുപെടുന്നതും അവിടുന്ന് എങ്ങനെ ആ ഒരു സ്റ്റോറി ലൈൻ ബിൽഡപ്പ് ആകുന്നു എന്നുള്ളതൊക്കെയാണ്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ല സിംഗിൾ ഡേയിൽ നടക്കുന്ന ഒരു കഥയായതുകൊണ്ട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പോയിലറായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. 2.25 മണിക്കൂറുണ്ട് ഈ ഒരു സിനിമ. പക്ഷേ ഈ ഒരു സിനിമ നോൺ ലീനിയർ ആയിട്ട് എടുത്തത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കുമ്പോൾ വേറെ സംഭവം വേറെ കാണിക്കും. ആ ഒരു നമ്മുടെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുക എന്ന് പറയില്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഹാപ്പി പരിപാടികളൊക്കെ ഫസ്റ്റ് ഹാഫിനകത്ത് ഒതുക്കി ഇന്റർവെല്ലൊരു ഗൂസ് ബം മൊമെന്റ്സ് മുതൽക്ക് സെക്കൻഡ് ഹാഫ് ഫുള്ള് പ്രസന്റ് ഡേയിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു വെടിച്ചില് സാധനമായെന്ന് പേഴ്സണലി എനിക്ക് തോന്നി. പെർഫോമൻസിനെ സംബന്ധിച്ച് ചിയാൻ വിക്രം എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. 55 വയസ്സായി, മുമ്പിൽ ഷർട്ട് ഇടുന്ന സീന് ഭയങ്കര കുറവാണ്. എമ്മാതിരി ബോഡിയാണ്. 55 വയസ്സിൽ ഇന്ന് ഏതെങ്കിലും ഒരു നടന്മാർ ഇതേപോലെ കാണിക്കും എന്നുള്ളത് എനിക്ക് വളരെ സംശയമാണ്. അവർക്കൊന്നും ഇതുപോലെ ഡെഡിക്കേഷൻ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. 55 വയസ്സായെന്ന് മൂപ്പരെ കണ്ടാൽ പറയില്ല. അമ്മാതിരി പെർഫോമൻസ് ആക്ഷൻ സീക്വൻസിലാണെന്നുണ്ടെങ്കിലും സിംഗിൾ ഷോട്ടിലുള്ള ഓരോ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും, പെർഫോമൻസിന്റെ കേസ് ഞാൻ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല പറയേണ്ടത്. വേറെ റേഞ്ചിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തുഷാര വിജയൻ, അതുപോലെ പൃഥ്വി എന്ന് പറയുന്ന ഒരു ആക്ടറൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. വേറെ റേഞ്ചിൽ ചെയ്തു വെച്ചിട്ടുണ്ട് മൂപ്പരൊക്കെ. അതുപോലെ തന്നെ പറയണ്ടല്ലോ S.J. സൂര്യ, അങ്ങേര് ലൗഡ് ക്യാരക്ടറൊക്കെ ചെയ്തു വെക്കുന്ന ലെവൽ വേറെ റേഞ്ചിൽ ചെയ്തു വെക്കുന്ന മനുഷ്യനാണ്. അതൊക്കെ ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ ഡയറക്ഷൻ ഇതൊക്കെ കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സംഭവം സിനിമോട്ടോഗ്രാഫിയാണ്. തേനീശ്വർ എന്നാണ് ആളുടെ പേര്. എമ്മാതിരി സിംഗിൾ ഷോട്ടുകളൊക്കെയാണ് എടുത്തു വെച്ചേക്കുന്നത്. 16 മിനിറ്റോ 18 മിനിറ്റോ കണ്ടുള്ള സിംഗിൾ ഷോട്ട് സീനൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എഫേർട്ട് മനസ്സിലാവും. ഒന്നാമത് രാത്രിയാണ് കഥ നടക്കുന്നത്. അതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകുന്ന സീക്വൻസുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും തെറ്റ് ചെയ്യുന്നത് എത്ര നേരം പോയിട്ട് എടുക്കണം എന്നുള്ളത് അറിയാം. അത് ഒരു ഗംഭീര ഒരു എഫേർട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പടം മൊത്തത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആ സിനിമോട്ടോഗ്രാഫിയുടെ ഗുണം എന്താണെന്നുള്ളത്. അത് ഞാൻ ട്രെയിലറിനകത്തും പറഞ്ഞിരുന്നു തോന്നുന്നു. അത് ആ ഒരു ദിവസം രാത്രി നടക്കുന്ന സംഭവങ്ങൾ തന്നെ ആ ട്രെയിലറിനകത്ത് തന്നെ കാണാൻ നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ട് തോന്നുന്നു തേനീശ്വറിന്റെ പേര്. അതെനിക്ക് വല്ലാത്തൊരു ഗൂസ്മം മൊമെന്റ്സ് ആയിരുന്നു. ഒരുപാട് സീക്വൻസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലൊന്നും നിങ്ങൾക്ക് ശ്വാസം വിടാനുള്ള സമയം കിട്ടില്ല. അമ്മാതിരി സ്പീഡിലാണ് സ്ക്രീൻ പ്ലേ ഒക്കെ പോകുന്നത്. അതിന് അരുൺകുമാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ റേഞ്ചിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ഒക്കെ അപ്പാരെന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. ഞാൻ സിനിമയുടെ ഇടയിലൊരു 10-20 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ നോൺ ലീനിയറിന്റെ ഇടയിൽ കുറെ ഹാപ്പിയും കാര്യങ്ങളും സന്തോഷത്തിനുള്ള ഒരു കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ പറയുന്ന കാര്യം വെടിപ്പായിട്ട് പറഞ്ഞു പോയിരുന്നുണ്ടെങ്കിൽ ഈ 2.25 മണിക്കൂർ എന്നുള്ള സംഭവം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നേരെ ഒരു വെടിക്കെട്ട ആക്ഷൻ സീക്വൻസുകളോട് കൂടിയിട്ടൊക്കെ പോകുന്നൊരു വെടിച്ചില്ല എന്റർടൈനർ സിനിമ കിട്ടിയാനേ. ഇത് എന്റർടൈനർ സിനിമ അല്ല എന്നല്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ മറക്കൂട്ടോ. ഈ നെഗറ്റീവും കാര്യങ്ങളൊക്കെ മറക്കും. കാരണം സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് വേറെ റേഞ്ചിൽ ആസ്വദിക്കാനുള്ള വകുപ്പുകൾ ഈ ഒരു സിനിമ തരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ നല്ലൊരു
തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആക്ഷൻ സീക്വൻസുകളും നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീന് തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഇരുട്ടത്താണ് ഏകദേശമൊക്കെ ഒരു 80-85% കാര്യങ്ങൾ നടക്കുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു സ്ക്രീൻ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. സോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ ഒന്നും കൂടി വേറെ ലെവലിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ വിക്രം തിരിച്ചു വന്നിരിക്കുകയാണ്. തിയേറ്റർ പരാജയങ്ങളുടെ നടുവിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ്. നമ്മുടെ സുരാജൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, കിട്ടിയ റോളൊക്കെ മൂപ്പരും. ബാക്കിയൊക്കെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.